പ്രിയരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേരളത്തിൻ്റെ ഒരു സാമൂഹിക സാംസ്കാരിക മണ്ഡലത്തിൽ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ധാരാളമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സംസാരിക്കണം എന്നാണ് വിചാരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിലെ തന്നെ പ്രമുഖമായ ഒരു ചാനലിൽ ഒരുപാട് കാഴ്ചക്കാരുള്ള ഒരു പ്രമുഖമായ ഒരു പരിപാടിയിൽ സ്വർഗാനുരാഗികളുമായി ബന്ധപ്പെട്ട ധാരാളം ഡിബേറ്റുകൾ ഇന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നടക്കുന്നുണ്ട്. എന്താണ് നമ്മൾ അവരോട് സ്വീകരിക്കേണ്ടെന്ന നിലപാട്, സ്വർഗാനുരാഗം എന്ന ഒരു കാര്യത്തെക്കുറിച്ച് തന്നെ ഡിസ്കഷൻ പോലും പാടുണ്ടോ, അത്തരം ഡിസ്കഷനുകളിൽ ഏർപ്പെടുന്നത് തന്നെ അവരോട് നമ്മൾ കാണിക്കുന്ന അനീതിയാണ് തുടങ്ങിയ വർത്തമാനങ്ങൾ ധാരാളമായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ സമൂഹത്തിൻ്റെ ഒരു മനോഹരമായ അതിൻ്റെ മുന്നോട്ട് പോക്കിൽ ഇത്തരം ലൈംഗികമായ ഇടപെടലുകളെ എങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണേണ്ടതെന്നത് കുറച്ചുകൂടി ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം സമൂഹം കൊണ്ടു നടന്നിരുന്ന അതിൻ്റെ ആരോഗ്യകരമായ നിലനിൽപ്പിന് വേണ്ടിയുള്ള വ്യത്യസ്തങ്ങളായ രണ്ട് ജെൻഡറിൽപ്പെട്ട രണ്ട് വ്യക്തികളുടെ സെക്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ ലൈംഗിക ബന്ധവുമായി ബന്ധപ്പെട്ടുള്ള ഡിബേറ്റിന് അപ്പുറത്ത് ഒരാണിനും ആണിനോടും പെണ്ണിന് പെണ്ണിനോടുമുള്ള ലൈംഗികമായ അഭിരുചിക്കോ അത്തരത്തിലുള്ള ഒരു ജീവിതത്തിനോ യാതൊരു പ്രശ്നവുമില്ല. ഇനി അത്തരത്തിൽ നിങ്ങൾ വല്ല പ്രശ്നവും കാണുന്നുണ്ട് എങ്കിൽ, അത്തരം ഒരു ചർച്ചയ്ക്ക് നിങ്ങൾ സന്നദ്ധമാകുന്നുണ്ട് എങ്കിൽ, ഇത് നോർമലല്ല, ഇത് അബ്നോർമലാണ് എന്ന് നമ്മൾ പറഞ്ഞു വെച്ചാൽ അത്തരത്തിലുള്ള മനുഷ്യരെ തീർത്തും മനുഷ്യത്വ വിരുദ്ധരെന്നോ മത തീവ്രവാദികളെന്നോ അതല്ലെങ്കിൽ ഹോമോഫോബിക് എന്നോ അതല്ല എങ്കിൽ തീർത്തും അല്ലെങ്കിൽ പിന്തിരിഞ്ഞ കാഴ്ചപ്പാടുകൾ സ്വീകരിക്കുന്ന, മാറ്റത്തെ ഉൾക്കൊള്ളാൻ സാധിക്കാത്തവരെന്നോ മുദ്ര കുത്തുകയും അവരോട് സമൂഹം തന്നെ ഏറ്റവും വളരെ റഫായിട്ട് പെരുമാറുകയും ചെയ്യുന്ന ഒരു സാമൂഹിക സാഹചര്യത്തിലേക്ക് നമ്മൾ മാറുന്നുണ്ട്. ഇത് വെറും ആ ചാനലിലെ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, നമ്മൾ കുറച്ചു കാലങ്ങളായി കേരളീയ സമൂഹത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന, സാംസ്കാരിക മണ്ഡലത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ചില സിനിമകളെക്കുറിച്ചുള്ള ഡിബേറ്റുകളിലും നമുക്ക് ഈ വിഷയത്തെ കൃത്യമായിട്ട് കാണുവാൻ സാധിക്കും. മുൻപൊക്കെ രണ്ട് പ്രണയിതാക്കളെ വീട്ടിൽ നിന്നും പുറത്താക്കുകയും പിന്നീട് ആ പ്രണയിതാക്കളെ കുടുംബത്തിലേക്ക് സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ അവസാനിക്കുന്ന സിനിമകൾക്ക് പകരം ഇന്ന് ഇത്തരത്തിലുള്ള സ്വർഗാനുരാഗികളായ ആളുകളെ ഒരു സിനിമയുടെ അവസാനത്തിൽ വീട്ടിലേക്ക് സ്വീകരിക്കുന്നതോടുകൂടി ശുഭം പര്യവസാനം എന്ന അട്ടിൽ അവസാനിക്കുന്ന സിനിമകളെ നമുക്കിന്ന് കാണുവാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഇതിനെ ആളുകൾ സ്വീകരിക്കുകയും സ്വർഗാനുരാഗം എന്ന് പറയുന്ന സ്വർഗ ലൈംഗികതയെ, ഹോമോസെക്ഷാലിറ്റിയെ, അവരുടെ ഐഡൻറ്റിറ്റിയെ ഒരിക്കലും ആണിനെ നമ്മൾ ചോദ്യം ചെയ്യാത്തതുപോലെ പെണ്ണിനെ ചോദ്യം ചെയ്യാത്തതുപോലെ അവരംഗീകരിക്കുകയും ഐഡൻറ്റിറ്റിയായി അംഗീകരിക്കുകയും ചെയ്യണം എന്ന് പറയുന്ന പൊളിറ്റിക്സാണ് നിലവിൽ നടന്നുകൊണ്ടേയിരിക്കുന്നത്. നമുക്കറിയാം, സമൂഹത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ കുടുംബത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, ആൺപെൺ ഇടപഴകലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, അവർ തമ്മിൽ സ്വീകരിക്കേണ്ടുന്ന മാന്യതയെക്കുറിച്ചും നീതിയെക്കുറിച്ച്, അന്യായമായ ഇടപെടലിനെ കുറിച്ച് ഒക്കെ സംസാരിക്കുന്ന സമയത്ത് ധാരാളം നിയമങ്ങളുള്ള അത്തരം ധാർമ്മികമായ മൂല്യങ്ങൾ സൂക്ഷിക്കുന്നവരാണ് നമ്മൾ ഏറെ പേരും. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ സ്വർഗ ലൈംഗികതയുമായി ബന്ധപ്പെട്ട വർത്തമാനങ്ങൾ പോലും ചർച്ച പോലും ചെയ്യാൻ സാധ്യമല്ലാത്ത രീതിയിൽ, ഒരു ഡിബേറ്റിന് പോലും സാധ്യമല്ലാത്ത രീതിയിൽ അടഞ്ഞ അല്ലെങ്കിൽ അടച്ചു വെക്കുന്ന ഒരു പ്രവണത, അവരെ നിങ്ങൾ ഐഡൻറ്റിറ്റിയായി അംഗീകരിക്കുക മാത്രമാണ് പരിഹാരം എന്ന് പറയുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം നമുക്ക് കാണുവാൻ സാധിക്കും. ഈയടുത്ത് മരണപ്പെട്ട പ്രമുഖയായ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് മേധാവിയായിരുന്ന ഗോവിന്ദച്ചാമി സൗമ്യ വിഷയത്തിലൊക്കെ ഇടപെട്ടിരുന്ന ഡോക്ടർ ഷെർലി വാസു ഒരു സമയത്ത് അവരെ കാണുവാൻ പോയ സമയത്ത് അവർ പറഞ്ഞൊരു വർത്തമാനമുണ്ട്. മുൻപൊക്കെ ഇത്തരം വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് LGBTQ ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഞങ്ങളുടെ മുമ്പിൽ അത്തരം കേസുകൾ വരുന്ന സമയത്ത് മെഡിക്കൽ എത്തിക്സിൻ്റെ ഭാഗമായിരുന്നു അവരുമായിരുന്ന് ദീർഘനേരം സംസാരിക്കുക എന്നത്. പക്ഷേ നിലവിലൊരു സാഹചര്യത്തിൽ ഒരു സംസാരം പോലും സാധ്യമല്ലാത്ത വിധത്തിൽ സർജറി എന്നത് മാത്രമാണ് ഓപ്ഷൻ എന്ന തരത്തിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അതല്ലെങ്കിൽ ഒരു ഡിബേറ്റിന് പോലും, ഒരു ചർച്ചയ്ക്ക് പോലും, ഒരു ഇരുന്നുള്ള വർത്തമാനത്തിന് പോലും സാധ്യതയില്ലാത്ത വണ്ണം ഇവരെ ഒരു ഐഡൻറ്റിറ്റിയായി അംഗീകരിക്കുക എന്നത് മാത്രമാണ് ഞങ്ങൾക്ക് മുമ്പിലുള്ള പരിഹാരം എന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു എന്നവർ പറയുകയുണ്ടായി. ഇത് അപകടകരമായ ഒരു കാര്യമായിട്ടാണ് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്.
നമുക്കറിയാം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ലൂത്ത് പ്രവാചകൻ ലൂത്തിൻ്റെ സമൂഹത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. സൂറത്ത് അങ്കബൂത്തിലും ഹൂദിലുമൊക്കെ വ്യത്യസ്തങ്ങളായ 28-ാമത്തെ ആയത്ത് 78-ാമത്തെ ആയത്തുകളിലൊക്കെ നമുക്ക് പ്രവാചകൻ ലൂത്ത് അദ്ദേഹത്തിൻ്റെ സമൂഹവുമായിട്ട് സംസാരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചില അതിഥികൾ വരുന്ന സമയത്ത് അങ്ങനെയുള്ള കുറച്ച് അതിഥികൾ വന്നിട്ടുണ്ടെന്നറിഞ്ഞ് ഓടി വരുന്ന ഒരു പുരുഷ കൂട്ടത്തെക്കുറിച്ചും, എന്നിട്ട് ലൂത്ത് പ്രവാചകൻ അവരോട് പറയുന്നുണ്ട്, എൻ്റെ അതിഥികളെ നിങ്ങൾ അപമാനിക്കരുത്. നിങ്ങൾ എന്തിനാണ് ലോകത്ത് ഇന്നേ വരെ ഒരു സമൂഹവും ചെയ്യാത്ത, ഒരു മനുഷ്യനും ചെയ്യാത്ത മ്ലേച്ഛതയാണല്ലോ നിങ്ങൾ ജീവിതത്തിൽ പുലർത്തുന്നത്. നിങ്ങൾക്ക് പുരുഷന്മാർക്ക് പകരം എൻ്റെ മക്കളെ നിങ്ങൾ വധുവായി സ്വീകരിച്ചു കൊള്ളുക, കല്യാണം കഴിച്ചു കൊള്ളുക, വിവാഹം ചെയ്തു കൊള്ളുക. അപ്പോൾ അവരോട് പ്രവാചകൻ ലൂത്ത് നബി അലൈഹി സ്വലാമയോട് ആളുകൾ പറയുന്നുണ്ട്, താങ്കൾക്കറിയാമല്ലോ ഞങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന്. ഈ പുരുഷന്മാരെയാണ് വേണ്ടതെന്ന കാര്യം താങ്കൾക്ക് കൃത്യമാണല്ലോ. ഞങ്ങൾക്ക് താങ്കളുടെ പെൺമക്കളെ വേണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രവാചകൻ ലൂത്ത് അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങളിൽ യുക്തിയുള്ള, കാര്യശേഷിയുള്ള, ചിന്താശേഷിയുള്ള ഒരു മനുഷ്യനും, വിവേകമുള്ള ഒരു മനുഷ്യനും നിങ്ങളുടെ കൂട്ടത്തിൽ ഇല്ലേ എന്നതാണ് ആ ചോദ്യം. എനിക്ക് തോന്നുന്നത് ആ ചോദ്യം നിലവിലെ സാഹചര്യത്തിലും വളരെ പ്രസക്തമാണ്. യുക്തിയുള്ള, ചിന്താശേഷിയുള്ള ഒരു ആളും നിങ്ങളുടെ കൂട്ടത്തിൽ ഇല്ലേ എന്ന് തീർച്ചയായിട്ടും നമ്മൾ ചോദിക്കേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ തീർച്ചയായിട്ടും ഹോമോസെക്ഷാലിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യേണ്ടതാണ്. അതിൻ്റെ അപകടകരമായ അവസ്ഥ സമൂഹത്തെ ഒരു മ്ലേച്ഛതയിലേക്കും അപകടത്തിലേക്കും കൊണ്ടുപോകുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷത്തെക്കുറിച്ച് തീർച്ചയായിട്ടും നമ്മൾ ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ടതാകുന്നു. നമുക്കറിയാം, നമ്മൾ പെൺകുട്ടികളെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് കംഫർട്ടബിൾ പ്ലേസിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. അവർക്ക് സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്ന, സുരക്ഷിതത്വ ബോധമുണ്ടാക്കുന്ന ഇടങ്ങളെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. വേറെ ചിലപ്പോൾ ഇപ്പോൾ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ലേഡീസ് കമ്പാർട്ട്മെൻറ്റിനെ ഒരു സെക്യൂരിറ്റി ഉള്ള ഒരു സ്ഥലമായിട്ട്, കംഫർട്ടബിൾ പ്ലേസ് ആയിട്ട് സ്വീകരിക്കുകയും അത്തരത്തിൽ ലേഡീസ് കമ്പാർട്ട്മെൻറ്റിനെ സെലക്ട് ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പെൺകുട്ടികളുള്ള ഒരു കൂട്ടം, അല്ലെങ്കിൽ ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം ആൺകുട്ടികളുടെ ഒരു കൂട്ടം എന്ന് പറയുന്നത് കുറച്ചും കൂടി അവർക്ക് കംഫർട്ട് ഫീൽ ചെയ്യുന്ന, സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്ന ഇടങ്ങളായിരുന്നുവെങ്കിൽ, ഹോമോസെക്ഷാലിറ്റിയുമായി ബന്ധപ്പെട്ട വാദങ്ങൾ നടക്കുന്ന സമയത്ത്, അത്തരം ആളുകൾ അധികരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത്തരത്തിൽ നമുക്ക് സുരക്ഷിതത്വം ഉണ്ടാക്കുന്ന ഇടങ്ങൾ സ്വാഭാവികമായും നഷ്ടപ്പെടുകയാണ് ചെയ്യുക. കാരണം തൻ്റെ കൂട്ടത്തിലിരിക്കുന്ന ആൾ പെണ്ണാണ്, പക്ഷേ അവളുടെ ലൈംഗിക അഭിരുചി എന്ന് പറയുന്നത് സ്വന്തം വർഗത്തോടുള്ള ലൈംഗിക അഭിരുചിയാണ്, എതിർപക്ഷത്തോടല്ല എന്ന് പറയുന്നിടത്ത് ഇത്തരത്തിലുള്ള അനീതിപൂർവമായ പെരുമാറ്റങ്ങളോ തീർച്ചയായിട്ടും ഏൽക്കേണ്ടി വരുന്ന ഒരു തലമുറയെ കൂടി സൃഷ്ടിക്കുകയാണ് ഇത്തരം ഐഡൻറ്റിറ്റിയെ അംഗീകരിക്കുന്നത് മൂലം നമ്മൾ ചെയ്യേണ്ടി വരിക എന്നതും തീർച്ചയായിട്ടും ഗൗരവമുള്ള കാര്യമാണെന്നാണ് വിചാരിക്കുന്നത്. ചിലപ്പോൾ ഈ വാദങ്ങളുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ പറയാറുണ്ട്, ഒരു പെണ്ണിന് മാത്രമേ പെണ്ണിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ചില ഫെമിനിസ്റ്റ് വാദങ്ങളിൽ ഇത് നമുക്ക് നിഴച്ച് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഒരു പെണ്ണ് തീർച്ചയായിട്ടും വിവാഹം ചെയ്യേണ്ടത് പെണ്ണിനെയാണ്. ഇങ്ങനെ ലെസ്ബിയൻ കപ്പിൾസിനെ ന്യായീകരിക്കുന്ന ഒരു പെണ്ണിനെ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ. കാരണം ആണിൻ്റെ അടുക്കൽ നിന്നും എന്തൊക്കെ പീഡനങ്ങളാണ്, സെക്ഷൽ ഫിസിക്കലി അബ്യൂസ്മെൻറ്റുകളാണ്, ഹറാസ്മെൻറ്റുകളാണ് അവൾ നേരിടേണ്ടി വരുന്നത് എന്ന് പറഞ്ഞ് ലെസ്ബിയൻ കപ്പിൾസിനെ ന്യായീകരിക്കുന്ന ഒരു വാദഗതിയെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പുരുഷനിൽ നിന്നും നേരിടേണ്ടി വരുന്ന പീഡനത്തിന് പരിഹാരമായിട്ടാണോ നമ്മൾ ഹോമോസെക്ഷാലിറ്റിയെ പ്രോത്സാഹിപ്പിക്കേണ്ടത്? ഇതാണോ അതിൻ്റെ പരിഹാരം എന്നത് തീർച്ചയായിട്ടും നമുക്ക് മുമ്പിൽ ഉയർന്നു വരേണ്ടുന്ന ഒരു ചോദ്യമാണ് എന്നർത്ഥം. വേറെ പല വാദങ്ങളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാറുണ്ട്. ഇതൊരു ജനിതകമായി ഇങ്ങനെയാണ്, ഞങ്ങൾ ഇങ്ങനെ ജനിച്ചുപോയി. ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു പഠനം കൃത്യമായിട്ട് പറയുന്നുണ്ട്. 1970കളിൽ ഞാനിങ്ങനെ ജനിച്ചുപോയി എന്ന് പറയുന്നവരുടെ ശതമാനം 10%. പക്ഷേ അത് 1980കളിലേക്ക് എത്തുമ്പോൾ അത് 35% എന്ന് പറഞ്ഞാൽ, എന്നാൽ അതേ ഒരു കൂട്ടർ തന്നെ ഇത് ജനിതക മാറ്റമാണ്, നമ്മുടെ തൊലിയുടെ നിറം പോലെ ഇതൊരു ജനിതകമാണ് എന്ന് വാദിക്കുന്നവരെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലെസ്ബിയനായി ജീവിച്ചിരുന്നവർ പിന്നീട് എതിർപക്ഷത്തുള്ള ലൈംഗികത അല്ലെങ്കിൽ പെണ്ണ് ആണുമായിട്ടും ആണ് പെണ്ണുമായിട്ടുമുള്ള ജീവിതവുമായിട്ട് മുന്നോട്ട് പോകുന്നവരെ നമുക്ക് കാണാൻ സാധിക്കും. ജനിതകമായിരുന്നുവെങ്കിൽ ഇങ്ങനൊരു മാറ്റം സാധ്യമായിരുന്നോ എന്നതും വേറെ ചോദ്യമാണ്. അവസാനമായിട്ടൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നിർത്താമെന്ന് തോന്നുന്നു. അതിൽ വളരെ പ്രധാനമാണ്, അവർ അങ്ങനെ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് എന്താണ് കുഴപ്പം?
നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? അത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ എന്നതാണ് ചോദ്യം. നിങ്ങളെങ്ങനെയാണ് അത് ബാധിക്കുക? നിങ്ങൾ എന്തിനാണ് അനാവശ്യമായിട്ട് അത്തരം വിഷയങ്ങളിൽ തലയിടുന്നത് എന്നതാണ് വേറൊരു ചോദ്യം. പക്ഷേ സമൂഹത്തിനെ ബാധിക്കുന്ന, ആരോഗ്യപരമായ ഒരു സമൂഹത്തിൻ്റെ മുന്നോട്ട് പോക്കിനെ ബാധിക്കുന്ന എല്ലാത്തിനെയും തീർച്ചയായിട്ടും എല്ലാത്തിനോടും നോ പറയുവാൻ ശേഷിയുള്ള ഒരു സമൂഹം, ഒരു മനുഷ്യ ജനത തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതുണ്ട്. അതിൽ വളരെ പ്രധാനമാണ് ഡ്രഗ്സ് ഉപയോഗം, അല്ലേ? അവൻ ഏതെങ്കിലും ഒരു റൂമിലിരുന്ന് അവൻ്റെ പണം കൊണ്ട് കള്ള് കുടിക്കുന്നതിൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ അതൊരു വ്യക്തിയിൽ മാത്രം അതവിടെ അവസാനിക്കുന്നില്ല, മറിച്ച് അതൊരു കുടുംബത്തെ, സൊസൈറ്റിയെ മുഴുവനായിട്ട് ബാധിക്കുന്ന ഒന്നാണ് ലഹരി ഉപയോഗം എന്നത് വ്യക്തമാക്കേണ്ടുന്ന കാര്യമില്ല. അമേരിക്കയിൽ നടന്ന ഒരു പഠനത്തെക്കുറിച്ച് കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അമേരിക്കയിൽ നടന്ന ഒരു പഠനത്തിൽ അവരുടെ ആവശ്യപ്രകാരം, ഒരു ഗ്രൂപ്പിൻ്റെ ആവശ്യപ്രകാരം അബോർഷൻ എന്നത് നിയമവിധേയമാക്കുകയുണ്ടായി. അതിനവർ പറഞ്ഞ കാരണം, ഇങ്ങനെ കുട്ടികളെ അബോർഷൻ ചെയ്യുവാനുള്ള നിയമം ഉണ്ടാവണം, അതിന് അനുവാദം കിട്ടണം. അതല്ല എങ്കിൽ കുറ്റവാളികൾ ധാരാളമായിട്ടുണ്ടാകുമെന്നതാണ് അവർ പറഞ്ഞ പോയിന്റ്. കാരണം അവർ അതിനെക്കുറിച്ച് പറഞ്ഞത്, ആണും പെണ്ണും തമ്മിലുള്ള ജീവിതം അല്ലെങ്കിൽ ഒരു ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകുന്ന സമയത്ത് അവർക്കിഷ്ടമില്ലാതെയാണ് ഒരു കുഞ്ഞ് പിറക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കുഞ്ഞിനോടുള്ള മാതാപിതാക്കളുടെ പ്രതികരണം എന്നത് വളരെ ക്രൂരമായിരിക്കും. അങ്ങനെ ജനിച്ചു വളരുന്ന ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞ് കുറ്റവാളികളാവുകയും ചെയ്യും. സ്വാഭാവികമായിട്ടും സമൂഹത്തിൽ അങ്ങനെ കുറ്റവാളികൾ അധികരിക്കുകയും ചെയ്യും എന്ന ഒരു പഠനം വളരെ ശ്രദ്ധേയമാണ്. എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ 2 പേർ നടത്തുന്ന ഒരു ജീവിതത്തിന്, അവർ വളർത്തുന്ന ഒരു കുഞ്ഞ് എങ്ങനെയാണോ സമൂഹത്തിൻ്റെ ഭാവിയെ നിശ്ചയിക്കുക, അതുപോലെ വളരെ പ്രധാനമാണ് ഹോമോസെക്ഷാലിറ്റിയുമായി ബന്ധപ്പെട്ടു പോലുമുള്ള ചർച്ചകൾ എന്നതാണ് പ്രധാനം. കാരണം നിങ്ങൾ വീട്ടിൽ കയറ്റില്ലേ, ഞാൻ കയറ്റും എന്ന് പറഞ്ഞ ഒരു മറുപടി കൊണ്ട് അടച്ചു വെക്കേണ്ടതോ, അതല്ല എങ്കിൽ നിങ്ങൾ മനുഷ്യത്വ വിരുദ്ധമുള്ള പെരുമാറ്റമുള്ളവരാണെന്നും നിലവിലെ ഒരു സാഹചര്യത്തിൽ ജീവിക്കാൻ പോലും അർഹതയില്ലാത്തവരാണ്, അല്ലെങ്കിൽ അത്തരം നിലപാടുകൾ എന്ന് പറയുന്നത് ക്രൂരമായ നിലപാടാണ് എന്നും വിശദീകരിക്കുന്നിടത്ത് എല്ലാ ഡിബേറ്റുകളും റദ്ദ് ചെയ്യുന്നതിന് പകരം സംവാദത്തിന് സാധ്യതയുള്ള ഒരു വിഷയമായിട്ട്, സംവാദം തീർച്ചയായിട്ടും നടക്കേണ്ടുന്ന ഗൗരവപ്പെട്ട ഒരു വിഷയമായിട്ട് ഹോമോസെക്ഷാലിറ്റിയെ തീർച്ചയായിട്ടും നമ്മൾ കാണേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.